എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഹൈദരാബാദിലാണുള്ളത്. നാളെ രാവിലെ മഹാരാഷ്ട്രയിലേക്ക് പോകും. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഹലോ ഗായ്സ്, ഞങ്ങൾ മേലെ താഴോട്ടേക്ക് വന്നിരിക്കുന്നു. പെട്ടെന്ന് ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. അച്ഛൻ പെട്ടെന്ന് ലോക്ക് ചെയ്യാണ്. പെട്ടെന്ന് പോകണം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്താം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി നമുക്ക് പിന്നെ കാണാം. ഞാൻ കയറുകയാണ്. അവിടുത്തെ കാഴ്ചകളുമായി കാണാം. വണ്ടിയൊന്നും കിടത്താം. ട്രെയിനില്ല. മുന്നേ നിർത്തിക്കോ, പിന്നെ ട്രെയിന് കാണാലോ. ഹലോ ഗൈസ്, നമസ്കാരം. ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങളിന്ന് ഇവിടെ ഒരു 3:30-4 മണിയാകുമ്പോൾ എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് കുറേ ദൂരങ്ങളിലപ്പോൾ ഞങ്ങളിവിടെ റൂമെടുത്തായിരുന്നു. റൂമെടുത്ത് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുറച്ച് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ചണ്ടയും മേളമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. മൊത്തം
തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറേ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഇറങ്ങാതെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ട് കുറേ നേരം. വളരെ ട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് കണ്ട അത്ഭുതകരമാണ്. 2 ടയറിലൊക്കെ പൊക്കിയിട്ടൊക്കെയാണ്. ആക്സിഡൻറ്റ് പറ്റിയാലോ ഒന്നും അവർക്ക് ചിന്ത പോലുമില്ല. വളരെ ഒന്നും നോക്കാതെയുള്ള കളിയായിരുന്നു. ഞങ്ങൾ നല്ല മേലോട്ട് കയറി സൈഡിലോട്ട് കയറി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ബ്ലോക്കായി കിടക്കുന്നത്. അത്രയും തിരക്കായിരുന്നു അവിടെ. കുറേ ആൾക്കാർ വന്നു. എല്ലാവരും കൂടി ഇന്ന് കൊടികളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വണ്ടി അവരെ അവൻ്റെ കളി കണ്ടില്ല. അതെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മറ്റു സമയത്തേക്കാണ് പോകുക. അതൊന്നും അവർക്ക് തിരിച്ചിട്ടില്ല. ആ സാഹചര്യം അവരുടെ മൂടായിരുന്നു. എന്തോ കളിയാണ്. ഇനി അതെ, അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഭയങ്കര ആഘോഷമായി. ഇപ്പോൾ നമ്മൾ മഹീന്ദ്രൻ്റെ മഹീന്ദ്ര കമ്പനിയുടെ മുമ്പിലാണ് നമ്മൾ വഴിയിലാണ് കേട്ടോ. ഗൈസ് ഇതാ ഒരു കോട്ടയാണ്, ഏതാണെന്ന് അറിയില്ല. ബാക്ക് സൈഡാണ് കാണുന്നത്. ഹായ് ഗൈസ്, ഇത് മഹാരാഷ്ട്രയിലെ ഒരു വലിയൊരു കൊട്ടാരമാണ്. ആദിൽ ഷാ, നടരാജ, 2 രാജാവിൻ്റെയും കൂടെയുള്ളൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ. ചുറ്റുപാടും ഉൾഭാഗം കുറേ കറങ്ങാനുണ്ട്. ചങ്ങോളം ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചാൽ ഏത് യുദ്ധത്തിലൊക്കെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട്. ഇതെല്ലാം കോൺക്രീറ്റ് ഇല്ല, വെറും കല്ല് കൊണ്ട് തന്നെ സുഖമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. വെറും പാറക്കല്ലിൻ്റെ ഇത്, കോൺക്രീറ്റ് ഇല്ലാതെ. ഇങ്ങോട്ടൊന്നും കാണാനില്ല, വലിയ ഹൈറ്റിലാണ്. പക്ഷെ ഇങ്ങ് ലോങ് ഉണ്ട് കണ്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് മാത്രം വലിയൊരു കാഴ്ചക്കൊന്നും ഇല്ല. എന്നാൽ പോകുന്ന വഴി ഒന്ന് കയറി കാണുന്ന ആദിൽ ഷാ നടരാജ.
വലിയ ലോങ് ആയിട്ടുള്ള സംഭവം കേട്ടോ, ചെറുതൊന്നല്ല, വലിയതാണ്. വീഡിയോ വന്നല്ലേ, ടീമോട് സ്ഥലം നോക്ക്, കണ്ടാത്ത രീതിയായിട്ട് ഏതോ ഒരു രാജ്യത്ത് പോയിട്ടുണ്ട്. നോക്കിയിട്ട് എങ്ങോട്ടൊക്കെ, ആഹാ സൂപ്പർ സ്ഥലം, കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മഹാരാഷ്ട്ര ക്രോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്തൂടെ ഇങ്ങനെ വന്ന വഴികളൊക്കെ മാറി പുതിയ വഴികൾ കണ്ടുപിടിച്ചോളൂ. മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നു. സുന്ദരമായ സ്ഥാനം ഇതേക്കാൾ വിദേശ രാജ്യത്ത് പോകുന്നുണ്ട് അല്ലേ. ടേബിൾ സൈഡിലൊക്കെ ടേബിൾ അല്ലേ, സൂപ്പർ സ്ഥലമാണ്. സായിബാബ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. മൊത്തം തിരക്കില്ല, ഫുൾ തിരക്ക്. കാരണം അത്രയും വണ്ടികൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശിരടി സായിബാബ ടെമ്പിൾ. ഇവിടെ എല്ലാം ഫുൾ വണ്ടികളാണ്. ഇത് ഉള്ളോട്ട് നമ്മൾ വിടത്തില്ല. ഈ കാണുന്ന കേട്ടോ ശിരടി സായിബാബ നമ്മൾ പോകുന്ന വഴികളാണ് ഇതൊക്കെ. എല്ലാം അമ്പലത്തേക്ക് പോകുന്നവരാണ്. സെക്യൂരിറ്റി
ഫുൾ തിരക്കാ, ഫുൾ തിരക്കാ വെച്ചാൽ ഭയങ്കര തിരക്ക്. ഫുള്ളോളം മൊത്തം എന്താ ഇഷ്ടം പോലെ തിരക്കാണ്, ഇഷ്ടം പോലെ ജനങ്ങൾ. അവിടെ ഒരു അമ്പലമുണ്ട്, വന്ന് ഫുൾ വഴികൾ തന്നെ. മഹാരാഷ്ട്ര ശിരടി. ഇപ്പോൾ ഒരു കേരള വണ്ടി വന്നിട്ടുണ്ട് അവിടെ. ഉള്ളോട്ട് ക്യാമറ അലോഡല്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അഞ്ചിന്തതാ നടന്നു വരുന്ന ഓടിവാ ഓടിവാ, വേദന ഇങ്ങോട്ട് പോകണം. ഈ എൻട്രൻസ് ആണ് പോകുന്നത്. അതിനെ തന്നെ തന്നെ ഇതാണ് മുകളിൽ കാണിക്കുന്നില്ല. സെക്യൂരിറ്റി എല്ലാം കണ്ടില്ല, ഇവിടെ ഫുൾ സെക്യൂരിറ്റി. ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ വേറെ വഴിയൊന്നുമില്ല കാണിക്കാൻ. വലിയ ടെമ്പിളാണ്, കുറച്ചൊന്നല്ല. വയനുള്ളിൽ കയറി കഴിഞ്ഞാൽ വിശാലം എത്രയോ ഏക്കർ കണക്കുള്ള ബിൽഡിംഗ് ആണ്. ഏക്കർ കണക്കുള്ള ഇവിടുന്ന് നാസിക്കിലേക്കോ സിംഗനാപൂരിലേക്കെല്ലാം വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് അടുത്തത് ഞങ്ങൾ പോകുന്നത് സിംഗനാപൂരിലേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആട്ടോ. ഇത് പേയ്മെൻറ്റാണ്. ഇതിലൂടെ പോകുന്നത് പേയ്മെൻറ്റ് പോകുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ പോകാം. അതാണ് ഈ റൂട്ടൊക്കെ. അതിലൂടെ നടന്നു നോക്കുക. ഭയങ്കര തിരക്കിലൂടെയാണ്, ക്ലിയർ ആകുന്നില്ല. എന്നാലും ഇതിലേക്കുള്ള വേറൊരു ഗേറ്റാണ് ഉണ്ടാവും. ഇതുവഴി തന്നെ ഉള്ളോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതാണ് മെയിൻ. ക്യാമറ അലോഡല്ല അങ്ങോട്ട്. ഇതാണ് സായിബാബ. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. ഇപ്പം ഇന്ന് ഏകദേശം തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം റൂമുകളും കാര്യങ്ങളും ഭയങ്കര തിരക്കായിട്ട് ഭയങ്കര തിരക്കാണ് ഉള്ളത്. പക്ഷേ ഇന്ന് അവർ പറഞ്ഞു ഇന്നത്തെ തിരക്ക് കുറവുണ്ട്, ചൊവ്വാഴ്ച ആയതുകൊണ്ടായിരിക്കാം. വൈകുന്നേരം തിരക്കാണെന്നാണ്. ഞങ്ങൾ രാവിലെ തന്നെ വന്നതാണ്. ചുറ്റുപാടാണ് ഇവിടെ വരുന്ന എല്ലാ ടീമുകളും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുന്ന് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും വാങ്ങിക്കാൻ നിൽക്കരുത്. വളരെ റേറ്റ് കൂട്ടിയാണ് തരിക. നമ്മളെ പറ്റിക്കുന്നതാണ് ഇവിടെ. നമ്മൾ വിളിച്ചു കൊണ്ടോ അത് വെക്ക്, ചെരുപ്പ് വെക്കുക, അത് വെക്കുന്നൊക്കെ. നമ്മൾ പോകും, അവിടെ നിന്ന് ഒരു പ്രസാദം തന്നു 400-500 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുക. അതുകൊണ്ട് എല്ലാം വരുന്നവർ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഉള്ളോട്ട് കയറ്റാത്ത വെച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ, നാസിക്കിലേക്ക്. നാസിക്കിൽ വലിയൊരു അമ്പലം ഉണ്ടെന്നാണ്. അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ്. വലിയ കല്ല് തുറന്നുള്ള ഒരു അമ്പലമുണ്ട്. അവിടെ അടുത്തതിലായിട്ട് ഞങ്ങൾ കാണിക്കാം. തിരിച്ചു പോകാൻ പോവുകയാണ് അമ്പലത്തിലേക്ക്. ഇതാ नाम तो पता नहीं. इधर नासिक साइड में लग रहा है. नासिक साइड में वो त्र्यंबक बहुत लंबा है, पहाड़ी है पूरा. साल करके बड़ा मंदिर है. त्र्यंबक ही होगा. तो कहाँ पे हो? मेरे अंदर से त्र्यंबक ही होगा. बड़ा पहाड़ी है, पूरा पहाड़ी है. बहुत ही लंबा पहाड़ी है. बहुत लंबा जाके क्या